കരം എന്ന പയ്യന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ഇവരുടെ കല്യാണം നടക്കണമെങ്കിൽ 25 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് വേണമെന്ന് അവളുടെ അച്ഛൻ പറയുന്നു. അതിനവൻ പെൺവേഷം കെട്ടി പൂജയായി മാറി ബാറുകളിൽ ഡാൻസ് കളിച്ച് പൈസ ഉണ്ടാക്കുന്നു. അതിനിടയിൽ കരമിന്റെ കൂട്ടുകാരൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ പെണ്ണിന്റെ വീട്ടുകാർ പറയുന്നത് ആദ്യം വീട്ടിലെ ചേട്ടന്റെ കല്യാണം നടക്കണം, അയാൾക്ക് ഡിപ്രഷനാണ്, അയാളുടെ ഡിപ്രഷൻ മാറ്റുന്നവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കാമെന്നും അവരുടെ വീട്ടുകാർ പറയുന്നുണ്ട്. ആ ചേട്ടന് വേണ്ടി പെണ്ണിനെ അന്വേഷിക്കുന്ന സമയത്താണ് കരം തന്നെ പൂജയായ ഒരു സൈക്കോളജിസ്റ്റ് പോലെ അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെ എല്ലാവർക്കും പൂജയെ വളരെ ഇഷ്ടമാകുന്നു. അവർ പൂജയെ അവരുടെ മകന് വേണ്ടി കല്യാണം ആലോചിക്കുന്നു. കൂടാതെ 50 ലക്ഷം രൂപ പൂജയുടെ വീട്ടുകാർക്ക് കൊടുക്കാമെന്നും പറയുന്നു. വേറെ വഴിയില്ലാതെ അവർ സമ്മതിക്കുകയും ചെയ്യുന്നു. കല്യാണം നടക്കുന്നു. പക്ഷെ ചേട്ടന് അവളോട് ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അവിടുത്തെ ഗ്രാൻഡ് ഫാദർ മരിക്കുകയും ചെയ്യുന്നു. വീട്ടിലൊരു മരണമുണ്ടായത് കൊണ്ട് ഇനി 6 മാസം കഴിയാതെ വീട്ടിൽ വേറെ കല്യാണം നടത്താൻ പറ്റില്ല എന്ന് അവളുടെ വീട്ടുകാർ പറയുന്നു. അതോടെ അവൻ അവിടെ കുടുങ്ങുന്നു. അതിനിടയിൽ ആരും കാണാതെ അവൻ തന്റെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണാൻ പോകുന്നു. ധൃതിയിൽ അവൻ മേക്കപ്പ് കളയാൻ മറന്നു പോകുന്നു. അവൻ തന്നെ ചതിക്കുകയാണെന്ന് പറഞ്ഞ് പെൺകുട്ടി വഴക്കിട്ട് പോകുന്നു. അതിനുശേഷം പൂജ പെണ്ണല്ല ആണാണെന്ന് ആ ചേട്ടൻ മനസ്സിലാക്കുന്നു. അയാൾക്ക് സന്തോഷമാകുന്നു. കാരണം അയാൾ ഒരു ഗേ ആയിരുന്നു. അയാൾ സ്നേഹിച്ചുകൊണ്ടിരുന്നത് ഒരു ആണിനെയായിരുന്നു. അവർ ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് അയാൾ ഡിപ്രഷനിലാവുന്നത്. പിന്നീട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് അവർ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ഒരു നദിയിൽ മുങ്ങി ആചാരം നടത്തുന്നതിനിടയിൽ അവളെ കാണാതാകുന്നു. അവിടുന്ന് രക്ഷപ്പെട്ട കരം അവളുടെ വീട്ടിലേക്ക് എത്തുന്നു. അന്ന് അവളുടെ കല്യാണമായിരുന്നു. കരം ഒരു പാട്ടിലൂടെ എന്തൊക്കെയാണ് നടന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവൾക്ക് കാര്യം മനസ്സിലാകുന്നു. ആ സമയം തന്നെ ചേട്ടന്റെ വീട്ടുകാർ പൂജയുടെ മൊബൈൽ ട്രാക്ക് ചെയ്ത് അവിടെ എത്തുന്നു. എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്നു. അത് പൂജയല്ല, കരമാണ്. എല്ലാവരോടും ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ച് അവർ രണ്ടും തമ്മിൽ ഒന്നിക്കുന്നു. ഈ മൂവിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടാതെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.